ഇവിടെ ഒരു 200 രൂപയ്ക്ക് ജാമിക്ക് ഇത് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ പോകാതിരിക്കല്ലേ. ഹായ്, അത് ഈ മൈക്രോവേവ് വ്യൂ പോയിന്റ്. ഓഹോ മാൻ, എൻ്റെ പുറകിലായിരുന്നു ഈ വ്യൂ. ഇറ്റ് ഫീൽസ് സുപ്രീം. നമ്മൾ 30 കിലോമീറ്റർ ആയിട്ടുണ്ട്. മോശം മൈലേജ് അല്ല, കൺസിഡറിങ് ദാറ്റ് ഇറ്റ്സ് എ 200cc ഹൈ കംപ്രഷൻ എൻജിൻ. അപ്പോൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡ്യൂക്ക് 200 ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ബൈ ദ വേ, നമ്മുടെ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് വീഡിയോയ്ക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിയത്. നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് വണ്ടികൾ കമൻറ്റ് ചെയ്യുകയും ചെയ്തു മൈലേജ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. എക്സ്ട്രീംലി സോറി ഫോർ ദ ഡിലേ. സാഹചര്യങ്ങളുടെ കടുത്ത സമ്മർദ്ദം മൂലമാണ് വീഡിയോസ് ഇത്രയും ഡിലേ ആവുന്നത്. സോറി ഫോർ ദാറ്റ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ എല്ലാ വണ്ടിയുടെയും മൈലേജ് ടെസ്റ്റ് നമ്മൾ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, അതെടുത്തിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് നേരെ പമ്പിൽ പോയി പെട്രോൾ മേടിച്ചിട്ട് ബാക്കി പോകാം. കാര്യം വണ്ടിക്കകത്ത് എണ്ണ കുറവാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സ്ഥിതിഗതികൾ കാരണം നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. കാര്യം വഴി സൈഡിൽ തന്നെ ഒരുപാട് പേര് കളഞ്ഞിട്ട് പോയിട്ടുണ്ട്. എന്താല്ലേ, അപ്പോൾ അതിൽ നിന്ന് തന്നെ 2 എടുത്തേക്കാം. എന്നിട്ട് നമുക്ക് സേഫായിട്ടത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യും. ഒരു ലിറ്റർ വെച്ചെടുത്ത് ചേച്ചി, ലിറ്ററായിട്ട് അടിക്കണേ. തീരുന്നതനുസരിച്ച് ഒഴിച്ചൊഴിച്ച് കൊടുക്കാനാണ് വണ്ടിക്ക്. ഏത് പോയിട്ട് വരാം. അപ്പം നമ്മൾ ഓരോ ലിറ്റർ എണ്ണ വാങ്ങിയിട്ടുണ്ട്. ആദ്യം നമുക്ക് വണ്ടിയിലെ എണ്ണ ഓടിച്ച് തീർക്കണം. നമുക്ക് ഇടുക്കി റൂട്ട് പിടിക്കാം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 12 കിലോമീറ്റർ ഓടി വണ്ടിയിൽ എണ്ണ തീർക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു ഫസ്റ്റ് ബൈക്കായിട്ടൊക്കെ ഒരു ഫ്രഷ് ബൈക്ക് നോക്കുന്നവരെ സംബന്ധിച്ച് ഈ ഡ്യൂക്ക് 200 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. കാര്യം നിങ്ങളെ ഒരു 3-4 വർഷത്തേന്, ഏറ്റവും കുറഞ്ഞത് ഒരു 3-4 വർഷത്തേന് മടുപ്പിക്കാതെ എൻജോയ് ചെയ്യാൻ പറ്റിയ പവർ, പെർഫോമൻസ്, ലുക്സ് ഈ വണ്ടിക്ക് ഇപ്പോഴും ഉണ്ട്. വണ്ടിയുടെ ആ ഇനിഷ്യൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ജസ്റ്റ് ലൈക്ക് ഓൾ അതർ KTM. നമ്മളൊരു 1-2 ഗിയർ ഡൗൺ ചെയ്ത് വണ്ടിയുടെ വെയ്റ്റ്ലെസ് ഫീൽ കൊണ്ടും ഒക്കെയാണ് നമുക്ക് ആ ഒരു നമ്മളെടുത്ത് പോകുന്ന ആ ഒരു ഫീൽ കിട്ടുന്നത്. അത് പക്ഷേ ഭയങ്കര നൈസാണ്. റൈഡ് എൻജോയ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ ടോപ്പ് സ്പീഡിലായിരിക്കുമല്ലോ ക്രൂസ് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഓടിക്കുന്നത് ഈ ഒരു ഇനിഷ്യലി ഉള്ള ഈ ഒരു കിക്ക് വെച്ചിട്ടാണ് നമുക്ക് എൻജോയ്മെൻറ്റ് ഉണ്ടാകുന്നത്. അത് അൺലിമിറ്റഡ് ആണ്, ഒന്നും പറയാനില്ല. തീരെ വണ്ടി ഓടിച്ച് പരിചയമില്ലാത്തൊരു ഇതിലേക്ക് വരണമെന്ന് ഞാൻ പറയില്ല. കാര്യം ഒരു ബൈക്ക് ഹാൻഡിൽ ചെയ്ത് പരിചയമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കിതൊരു പെർഫെക്റ്റ് ഓപ്ഷനായിരിക്കും. ഇതാ നമ്മൾ ഇടുക്കി എത്തി. ചെറുതോണി നമുക്ക് കുളമാവ് റൂട്ട് തന്നെ കയറി നോക്കാം. ഇപ്പോൾ കയറും, അത് ഡീസൻറ്റ്. പക്ഷേ എങ്ങും ഇല്ലാത്തൊരു സ്ഥലത്തായി പോയല്ലോ. നമുക്ക് താഴേക്ക് മാറ്റിയിട്ട് തന്നെ ഒഴിക്കും. അപ്പോൾ എണ്ണ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. തീർക്കാൻ വേണ്ടി നമ്മൾ 25 കിലോമീറ്റർ ഓടി. നമുക്കിനി ഫ്യൂൽ ചെയ്ത് ഓടിച്ച് നോക്കാം.
ട്രിപ്പ് റീസെറ്റ് ചെയ്യാം. ഓഡോമീറ്ററിൻ്റെ ഒരു ഫോട്ടോ കൂടി എടുത്ത് വെച്ചേക്കാം. ഫോണിൻ്റെ കണ്ടീഷൻ ഇതാണ്. എന്തായാലും നമുക്ക് പോകാം. ഫ്യൂൽ റേഞ്ച് അപ്പം 40 കാണിക്കുന്നത്. പിന്നെ പതിവ് പോലെ തന്നെ നമ്മളൊരു മിക്സഡ് റൈഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ കയറ്റവും വളവുകളുമുള്ള ഹൈ റേഞ്ച് റോഡ്സിൽ സാധാരണ ഒരാൾ ഓടിക്കുന്നവർ. ബൈനാവ് ഇവിടെ ഒരു അത്യാവശ്യം അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്കൊന്ന് പോയി നോക്കാൻ. ഇതാകുമ്പോൾ കുറച്ച് ഇട റോഡുകളും കയറ്റമൊക്കെ ഉണ്ട്. ഇതിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ടേണൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ വഴി തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവിടെ നിന്ന് സ്ട്രൈറ്റ് കയറി വരാം. ഈ വഴി വരും. അൾട്ടിമേറ്റ്ലി മൊഞ്ചിരിക്കുകയാണ്. ഇത് നമ്മൾ മാപ്പിട്ട് പോകേണ്ടി വരും. ബൈ ദ വേ നമ്മൾ 5 കിലോമീറ്റർ ആയിട്ടുണ്ട്. നോക്കാം. സാധാരണ നമ്മൾ വഴി അറിയാത്തപ്പോൾ നമ്മൾ ആരാടാ ചോദിക്കുക? മാപ്പിനോട്. It's getting strange. എൻ്റെ അമ്മ. ഇത് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പോകാതിരിക്കല്ലേ. ഇറങ്ങിത്തിരിച്ച് നമ്മൾ പോലീസിൻ്റെ ആസ്ഥാനത്ത് തന്നെ വന്നു. ഹായ്. അതെ, ഈ മൈക്രോവേവ് വ്യൂ പോയിന്റ് നേരെയില്ല. ഫസ്റ്റ് ലെഫ്റ്റ് എടുക്കുക, പിന്നെ എല്ലാം ലെഫ്റ്റ് എടുക്കുക. ഇവിടുന്ന് ആദ്യത്തെ ലെഫ്റ്റ് പോലീസ് വണ്ടിയൊക്കെ എടുക്കുക. ഞാൻ ചോദിക്കട്ടെ, ബൈക്കൊക്കെ കയറി പോകുന്ന ഒരു പാറയുടെ മണ്ട് ആ സ്ഥലമില്ലേ? അവിടെ കയറ്റി വിടില്ല. ഇപ്പൊ കയറ്റത്തില്ല. അവിടെ കയറി പോകില്ല വണ്ടി. അവിടെ ബിൽഡിംഗ് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നേ മുകളിൽ കയറി പോയിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് നമുക്ക് മിസ്സായി. കാര്യം അങ്ങോട്ടേക്ക് ആളെ കയറ്റി വിടില്ല എന്നാണ് പറയുന്നത്. ആയിരുന്നു വട്ടോ. പക്ഷേ നൈസൊരു വ്യൂ പോയിന്റ്. ചെറുതോണിക്ക് പോകാം. 10 കിലോമീറ്റർ ആയിട്ടുണ്ട് നമ്മൾ. ഓവർടേക്കൊക്കെ ചെയ്യുന്നത് വളരെ സാവധാനം പതിയെ ഇങ്ങനെ വിട്ടുള്ള വരകളുള്ളിടത്ത് നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യാം ഇൻ കേസ് ഓഫ് ഓവർടേക്സ് ആൻഡ് സോ ഓൺ. അപ്പം ഓവർടേക്ക് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ലൈൻ ചേഞ്ച് ചെയ്ത് ഓപ്പോസിറ്റ് ലൈനിലെത്തി മാക്സിമം പെട്ടെന്ന് തന്നെ ഓവർടേക്ക് ചെയ്ത് തിരിച്ച് നമ്മുടെ ലൈനിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് കയറുക വേണ്ടത്. അല്ലാതെ റോങ് സൈഡിൽ ഇങ്ങനെ അങ്ങനെ ഞാൻ ഓവർടേക്ക് ചെയ്യാണ്, ഞാൻ പയ്യെ പോകുന്ന ജെൻറ്റിൽമാനാണെന്ന്, അങ്ങനെയല്ല. ഇത് ഇടുക്കിയിലെ ഒരു മെയിൻ സ്പോട്ടാണ്. നമുക്കിവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടങ്ങ് പോകാം. കാര്യം നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം മൂവിയൊക്കെ കണ്ടവർക്കറിയാം. ലാസ്റ്റ് ആ സീനിൽ അവർ തമ്മിലുള്ള അടി നടക്കുന്നത് ഈ ഗ്രൗണ്ടിൽ വെച്ചാൽ. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാവില്ല, പക്ഷെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം മനസ്സിലായി. നമ്മുടെ ഇടുക്കി ആർച്ച് ഡാമിൻ്റെ ഒരു വ്യൂ ആ ഈ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ ഗ്രൗണ്ടിൻ്റെയൊക്കെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അതിമാരകമാണ്. മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ 20 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി 25 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമുക്കെന്തായാലും കുറച്ചും കൂടെ ചെറിയ റോഡ് പിടിക്കാം.
ഇവിടുന്ന് ഈ ലെഫ്റ്റാണ് എൻട്രി പോയിന്റിലേക്ക്. അവിടെ പാർക്കിങ്ങും ടിക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമുക്കൊരു സ്പോട്ട് അറിയാം, ഇതിൽ പോയാൽ നമുക്ക് നൈസായിട്ട് വ്യൂവും കാണാം, തിരക്കും ഉണ്ടാവില്ല. കുഴപ്പമില്ല, മഴയായതാണ് വഴി ഇങ്ങനെ ടാസ്ക്കായി കിടക്കുന്നത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ കയറി പോകാൻ പറ്റുന്ന വഴികളായിരുന്നു. ക്ലോസ്ഡാണ്, പക്ഷെ നമുക്ക് വഴി കയറ്റി വെച്ച് നോക്കാം. ബട്ട് ഇറ്റ് ഫീൽ സ്ട്രേഞ്ച്. ഈ ടോപ്പിൽ നിൽക്കുമ്പം അടിപൊളി വ്യൂ ആണ്. എൻ്റെ പുറകിലായിരുന്നു ഈ വ്യൂ. ആക്ച്വലി ഞാനിവിടെ നിന്ന് കയറിപ്പോവാൻ ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല. നൈസ്, ഇറ്റ് ഫീൽസ് സുപ്രീം. തേയിലത്തോട്ടം, ഡാം. അപ്പോൾ നമ്മൾ 30 കിലോമീറ്റർ ആയിട്ടുണ്ട്. Look at that view and ഫ്യൂല് തീർന്നു. അപ്പോൾ എന്തായാലും എണ്ണ കംപ്ലീറ്റ്ലി തീർന്നിട്ടുണ്ട്. നൈസ് വ്യൂ. ആൻഡ് നമ്മുടെ വണ്ടി KTM Duke 200 BS6 ഓടിയിരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ, 30 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. ഇതിൻ്റെ ഹൈ റേഞ്ച് റോഡ്സിൽ അത്യാവശ്യം നല്ല ത്രോട്ടിൽ ചെയ്ത് തന്നെ ഓടിച്ചാൽ കിട്ടുന്നൊരു മൈലേജ്. ഓക്കെ, കറക്റ്റ് റേഷ്യോ തന്നെയാണ്. 125-ന് 43 കിട്ടുന്നുള്ളെങ്കിൽ 200-ന് 30 കിട്ടുള്ളൂ. അപ്പോൾ ഇനി 250-390-യുടെയൊക്കെ മൈലേജുകൾ നമുക്ക് വഴിയെ ചെക്ക് ചെയ്യാം. ദെൻ 1 ലിറ്റർ ബാലൻസ് ഉള്ളതും കൂടെ ഒഴിച്ച് നമുക്ക് പോയേക്കാം. കുടി. അപ്പോൾ ഞാനൊരു പ്രതീക്ഷിച്ച മൈലേജ് ഒരു 35 ആണ്. പക്ഷേ നമ്മൾ വന്ന റോഡുകൾ ഈ ടൈപ്പ് കയറ്റമാണ്. കാര്യം ഹൈവേ നമ്മൾ അധികം ഓടിച്ചില്ല, ടാസ്ക് വഴികളിൽ കൂടെ നമ്മൾ ഓടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു 30 കിട്ടിയത്. എന്തായാലും 30 ഒരു മോശം മൈലേജ് അല്ല, കൺസിഡറിങ് ദാറ്റ് ഇറ്റ്സ് എ 200cc ഹൈ കംപ്രഷൻ എൻജിൻ പെർഫോമിങ് വെൽ ടിൽ 2024 ഇതിനെ പിടിക്കാൻ പറ്റിയൊരു 200cc ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല. നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ടോപ്പ് സ്പീഡ്, ആക്ച്വലി ഈ ആക്സിലറേഷൻ. നിങ്ങൾക്ക് വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ്സ് സജഷൻസ് പറയുക, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ ഏത് വണ്ടിയുടെ മൈലേജ് ടെസ്റ്റാണ് ഇനി വേണ്ടതെന്നും പറയുക. നിങ്ങൾ പറയുന്ന എല്ലാ വണ്ടിയുടെയും മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വണ്ടിയിലിപ്പോൾ നമ്മൾ ഒഴിച്ച് 1 ലിറ്റർ എണ്ണേ ഉള്ളൂ. നമ്മൾ മൈലേജ് നോക്കാനെടുത്ത വണ്ടിയിൽ കുറച്ച് പെട്രോളും കൂടെ അടിച്ച് തിരിച്ചു കൊടുക്കുന്നു. മകനെ ഇവിടെ ഒരു 200 രൂപയ്ക്ക് ചാമിക്ക് 200. എന്നാൽ ഓക്കെ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം.